പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ 10 വമ്പൻ ചിത്രങ്ങളുടെ OTT റിലീസ് ഡേറ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഭാഗത്ത് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ലിസ്റ്റിലെ ആദ്യത്തെ ഒരു ചിത്രമാണ് ദുർഗ സൽമാൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടെന്ന് ഏറ്റവും പുതിയ തെലുങ്ക് പാൻ-ഇന്ത്യൻ ചിത്രമായിട്ടുള്ള ലക്കി ഭാസ്കറിൻ്റേത്. ലക്കി ഭാസ്കർ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം നാളെ, അതായത് നവംബർ മാസം 28-ാം തീയതിയിലേക്ക് നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് നടത്തുക. മലയാളം ഉൾപ്പെടെ മറ്റ് പല ഭാഷകളിലും ചിത്രം OTT റിലീസ് നടത്തുന്നതായിരിക്കും. ലിസ്റ്റിലെ രണ്ടാമത്തെ ഒരു ചിത്രമാണ് ഈ കഴിഞ്ഞ ദീപാവലി മാസം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു ETV വിൻ എന്ന് പറയുന്ന തെലുങ്ക് പ്രാദേശിക OTT പ്ലാറ്റ്ഫോമായിരുന്നു ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ വരുന്ന നവംബർ മാസം 28-ാം തീയതി, അതായത് നാളെ ആയിരിക്കും ചിത്രം OTT റിലീസ് നടത്തുക. അടുത്ത മൂന്നാമത്തെ ഒരു ചിത്രമാണ് പണി. ജോജി ജോർജ് കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ത്രില്ലർ ചിത്രമായിരുന്നു പണി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിരുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമായിരുന്നു. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം 6-ാം തീയതി ആയിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് നടത്തുക. മലയാളം ഉൾപ്പെടെ മറ്റ് ഭാഷകളിലും ചിത്രം OTT റിലീസ് നടത്തുന്നതായിരിക്കും. അടുത്ത നാലാമത്തെ ചിത്രം ഒരു മലയാള സിനിമ തന്നെയാണ്. ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ നസ്രിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം ത്രില്ലർ ചിത്രമായിരുന്നു അയാം കാതരൻ. തിയേറ്ററിൽ നിന്ന് തന്നെ മികച്ച അഭിപ്രായം സ്വന്തമാക്കിയിട്ടുന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന മനോരമ മാക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ആദ്യ വാരം തന്നെ മനോരമ മാക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് നടത്തുന്നതായിരിക്കും. അടുത്ത അഞ്ചാമത്തെ ഒരു ചിത്രമാണ് ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ ഭാവന കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ മലയാള ചിത്രം ഹണ്ട് ചിത്രം തിയേറ്ററുകളിലെല്ലാം ഒരു പരാജയമായിരുന്നു. എന്നിരുന്നാലും ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ്, അതിനോടൊപ്പം തന്നെ മനോരമ മാക്സ് എന്ന് പറയുന്ന ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമുകളാണ്. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം തന്നെ OTT റിലീസ് നടത്തുന്നതായിരിക്കും. മനോരമ മാക്സ്, അതിനോടൊപ്പം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് എന്ന് പറയുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകൾ വഴി ഒരേ സമയമായിരിക്കും ചിത്രം OTT റിലീസ് നടത്തുക. അടുത്തൊരു അപ്ഡേറ്റാണ് ബ്രദർ എന്ന് പറയുന്ന ജയലവി കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് ചിത്രത്തിൻ്റേത്. C5 OTT പ്ലാറ്റ്ഫോംസ് OTT അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ബ്രദർ എന്ന് പറയുന്ന ചിത്രം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയായിരിക്കും OTT റിലീസ് നടത്തുക. തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായിരിക്കും ചിത്രം ലഭ്യമാവും. അടുത്തൊരു അപ്ഡേറ്റും മറ്റൊരു തമിഴ് ചിത്രത്തിൻ്റേത് തന്നെയാണ്. ബ്ലഡി ബഗർ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നെസ്ലിൻ നിർമ്മിച്ച് കവിൻ കേന്ദ്ര കഥാപാത്രമായി എത്തി തിയേറ്ററുകളിലെല്ലാം എത്തി പരാജയമായ ഒരു ചിത്രമായിരുന്നു ബ്ലഡി ബഗർ. എന്നിരുന്നാലും ചിത്രം ഇതിനോടകം തന്നെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഓവർസീസ് വെബ്സൈറ്റ് വഴി ചിത്രത്തിൻ്റെ HD പ്രിൻ്റ് ലീക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകൾ ചിത്രം ഈ വരുന്ന നവംബർ മാസം 29-നായിരിക്കും ആമസോൺ പ്രൈം വീഡിയോസ് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് നടത്തുക. ശിവഗാത്രിയും കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ മറ്റൊരു തമിഴ് ചിത്രമായിരുന്നു അമരൻ. തിയേറ്ററിൽ നിന്ന് തന്നെ മികച്ച വമ്പൻ അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമായിരുന്നു. ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം രണ്ടാമത്തെ ആഴ്ച, അതായത് ഡിസംബർ മാസം 11-ാം തീയതി ആയിരിക്കും ചിത്രം OTT റിലീസ് നടത്തുക. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകൾ ചിത്രം നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോം വഴിയായിരിക്കും OTT റിലീസ് നടത്തുക. അടുത്ത അവസാനത്തെ ഒരു അപ്ഡേറ്റാണ് സൂര്യ കേന്ദ്ര കഥാപാത്രമായിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ വമ്പൻ പരാജയമായിരുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രം കങ്കുവ. സിരിത്തരം ശിവ സംവിധാനം ചെയ്ത ഈ ഒരു കങ്കുവ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളിൽ തന്നെ ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ചിത്രം ഹിന്ദി ഒഴികെയുള്ള, അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 4 ഭാഷകൾ ഈ ഒരു ഡിസംബർ നാളിൽ തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് നടത്തുന്നതായിരിക്കും. തുടർന്ന് ചിത്രത്തിൻ്റെ ഹിന്ദി ഭാഷയിലുള്ള HD പതിപ്പ് ഈ വരുന്ന 2025 വർഷമായിരിക്കും OTT റിലീസ് നടത്തുക.